CPM ലോക്കൽ സെക്രട്ടറി വെട്ടേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ നടുക്കത്തിലാണ് നാട്. CPM കൊയിലാണ്ടി ടൗൺ സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പുളിയാറ വയലിൽ PV സത്യനാഥ് 66 വയസ്സാണ് ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നതിനിടെ ക്ഷേത്രമുറ്റത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ ഗാനമേള അവസാനിക്കുന്ന ഘട്ടത്തിലാണ് സംഭവം നടന്നത്. പെരുവട്ടൂർ ചെറിയപ്പുറം ക്ഷേത്ര പരിസരത്താണ് സംഭവം നടന്നത്. ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോഴാണ് വെട്ടേറ്റ നിലയിൽ സത്യേട്ടനെ കാണുന്നത്. ഉടൻ തന്നെ കൊയിലാണ്ടിയിലെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമം നടന്നു. എന്താ സംഭവിച്ചതെന്ന് ആദ്യം മനസ്സിലായില്ല. സംഭവം നടന്ന സ്ഥലം CCTVയുടെ പരിധിയിൽ നിന്ന് അല്പം മാറിയായതിനാൽ വ്യക്തമായ ദൃശ്യം പതിഞ്ഞിട്ടില്ല. എന്നാൽ വീഴുന്ന ദൃശ്യം CCTVയിലുണ്ട്. സംഭവം നടന്നതിന് പിന്നാലെ CCTVയുടെ ഹാർഡ് ഡിസ്ക് ഉള്ള മുറി പൂട്ടിയെന്നും പോലീസ് എത്തിയ ശേഷം അവ കൈമാറിയെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. സത്യേട്ടൻ നമ്മുടെ ബന്ധുവും ഏറ്റവും വേണ്ടപ്പെട്ട ആളുമാണ്. ആ കുടുംബം തന്നെ നമ്മളുമായി വളരെ സഹകരിച്ചു വരുന്നവരാണ്. മകന് ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധമുണ്ട്. സംഭവം വളരെ വലിയ ഷോക്കാണ്. സൗമ്യ സ്വഭാവക്കാരനായ അദ്ദേഹത്തിന് ശത്രുക്കൾ ഉള്ളതായി അറിയില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പ്രതിയെന്ന് പറയുന്ന ആൾ സമീപവാസി തന്നെയാണ്, ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. അതേസമയം സംഭവത്തിൽ പ്രതിയായ പെരുവട്ടൂർ പുറത്താന സ്വദേശി അഭിലാഷ് 33 വയസ്സ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. സത്യനാഥിന്റെ പുറത്തും കഴുത്തിലുമാണ് വെട്ടേറ്റതെന്നാണ് പോലീസ് പറയുന്നത്. മഴുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. സംഭവ സമയം സത്യനാഥിന്റെ ഭാര്യയും മക്കളും ഉത്സവപ്പറമ്പിലുണ്ടായിരുന്നു. സത്യനാഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചു CPM അരിക്കുളം, കിഴരിയൂർ, കൊയിലാണ്ടി, ചെങ്ങോട്ടുകാവ്, ചേമഞ്ചേരി എന്നിവിടങ്ങളിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. സത്യനാഥിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സംഭവത്തിൽ പാർട്ടി മുൻ ബ്രാഞ്ച് അംഗം പുറത്താന അഭിലാഷ് പോലീസിലാണ് കീഴടങ്ങിയത്. സത്യനാഥുമായുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഇയാളെ കസ്റ്റഡിയിലെടുത്തു. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കൊല നടത്തിയിട്ടുള്ളത്. മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കുമായി കൊണ്ടുപോയിട്ടുണ്ട്. കൊയിലാണ്ടി CI മെൽവിൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആശുപത്രിയിലെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. ലതികയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. മക്കൾ സെലിൻനാഥ്, സെലീന. വെള്ളിയാഴ്ച കൊയിലാണ്ടിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർട്ടി നേതാക്കളും പ്രവർത്തകരും ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.